കാസർഗോഡ് വീരമലക്കുന്നിലെ മണ്ണിടിച്ചിലിനെ കുറിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കണ്ട് സംസാരിച്ചെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ആത്മാർത്ഥതയില്ല എന്ന് പലതവണ മന്ത്രിയോട് പറഞ്ഞതാണ്. കമ്പനിക്കെതിരെ നടപടിയെടുക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. മന്ത്രി എൻ്റെ മുമ്പിൽ വെച്ച് വെങ്കട്ടരാമൻ എന്ന് പറയുന്ന നോർത്ത് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് കർശനമായ നടപടി എടുത്തിട്ട് എന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. മന്ത്രിയെ തിരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ വെങ്കട്ടരാമനെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു കർശനമായ നടപടി സ്വീകരിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മേഘാ കൺസ്ട്രക്ഷൻ്റെ പേരിൽ അടിയന്തരമായി നടപടി സ്വീകരിച്ചിട്ട് എന്നെ അറിയിക്കാമെന്ന് വെങ്കട്ടരാമനും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 2ഉം 3ഉം റീച്ചിൽ മേഘാ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ള എല്ലാ വർക്കുകളും തികഞ്ഞ പരാജയമാണ്. മാത്രമല്ല ചട്ടഞ്ചാലിനും ചെർക്കളയ്ക്കും ഇടയ്ക്ക് 4 കൾവർട്ട് ഉണ്ടായിരുന്നു. ആ 4 കൾവർട്ട് 3 കൾവർട്ട് അവർ വെട്ടിച്ചുരുക്കി 1 കൾവർട്ടാക്കി മാറി. ഇതിൻ്റെ അലൈൻമെൻറ്റ് തീരുമാനിച്ചപ്പോൾ ജനപ്രതിനിധികളുമായിട്ട് ആലോചിച്ചില്ല. DPRനെ കുറിച്ച് യാതൊരു വിധമായ ചർച്ചയും നടന്നിട്ടില്ല. ഡിസൈൻ തയ്യാറാക്കുമ്പോൾ ജനപ്രതിനിധികളുമായിട്ട് ആലോചിച്ചിട്ടില്ല. നമ്മുടെ ആ പ്രദേശത്തെ മണ്ണ് പരിശോധന നടത്തിയിട്ടില്ല. പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഹൈവേ ഒരു വലിയ ദുരന്തമായി മാറാൻ പോവുകയാണ്. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, ഈ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മാണത്തിൽ ഇവർക്ക് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഒരു നടപടി പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ MP ഇടപെട്ടിട്ടുണ്ടല്ലോ വിഷയത്തിൽ. മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 2 റീച്ചുകളിലെ നിർമ്മാണ പ്രവർത്തന വലിയ അപാകതകൾ പല സമയങ്ങളിലായി കണ്ടെത്തിയിരുന്നു. വീരമലക്കുന്നിൽ തന്നെ കഴിഞ്ഞ 1 മാസത്തിനിടെ 2 തവണയാണ് അവിടെ മണ്ണിടിച്ചൽ ഉണ്ടായത്. 1ാമത്തെ തവണ മണ്ണിടിച്ചൽ ഉണ്ടായ സമയത്ത് തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട് എന്ന് MP സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ കമ്പനിക്കെതിരെ ഒരു നടപടിയെടുക്കാൻ ആരും തയ്യാറായില്ല. ദേശീയപാത അതോറിറ്റിയും അവർക്ക് ഈ ഭാഗങ്ങളിൽ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിയ നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി അമിതമായി മണ്ണെടുത്തതിന്റെ ഭാഗമായി അവിടെ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപകട സാധ്യതയുണ്ട് എന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ തന്നെ വ്യക്തമായിരുന്നു. അതിന്റെ റിപ്പോർട്ട് ഈ ദേശീയപാത അതോറിറ്റിക്ക് നൽകിയിരുന്നു. പക്ഷേ അത് നൽകിയിട്ട് പോലും ഒരു സുരക്ഷാ മുൻകരുതൽ എടുക്കാൻ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്തില്ല എന്നാണ് നേരത്തെ സ്ഥലം MLA ഉൾപ്പെടെ പരാതി പറഞ്ഞിരുന്നു. ഈ അർത്ഥത്തിൽ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന ചെർക്കള മുതൽ കാലിക്കടവ് വരെയുള്ള 2 റീച്ചുകളിലാണ് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത്. ഈ 2ഇടത്തും വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തി. ഈ റോഡ് തകരുന്ന, റോഡിൽ വിള്ളലുകൾ വീഴുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ നിർമ്മാണത്തിലിരിക്കെ തന്നെ മേൽപ്പാലം അടിപ്പാതയുടെ മുകൾ ഭാഗം തകർന്നു വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലൊക്കെയും പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഏതെങ്കിലും അർത്ഥത്തിലുള്ള നടപടി സ്വീകരിക്കുകയോ അവരുടെ അതിനുശേഷമുള്ള നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോൾ 2 തവണയായിട്ടാണ് വീരമലക്കുന്നിൽ മണ്ണിടിച്ചൽ ഉണ്ടായത്. ആദ്യ തവണ മണ്ണിടിച്ചൽ ഉണ്ടായപ്പോൾ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ തൊഴിലാളി തന്നെ ആ മണ്ണിനടിയിൽ അപകടപ്പെട്ടിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ടാണ് അന്ന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ഒരു കാർ അതിനകത്ത് അകപ്പെട്ടിരുന്നു. അതും ഭാഗ്യം കൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നാട്ടുകാർ സൂചിപ്പിക്കുന്നത് ഈ ഭാഗത്ത് വലിയ അപകടമുണ്ടായാൽ മാത്രമേ ഈ ദേശീയപാത അതോറിറ്റിയും അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളും ഇത് ശ്രദ്ധിക്കുകയുള്ളൂ എന്നാണ് ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇതിൽ വലിയ നടപടി ഉണ്ടായില്ലെങ്കിൽ, സുരക്ഷാ സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെയും തീരുമാനം. അങ്ങനെ ദേശീയപാത നിർമ്മാണത്തിൽ വലിയ ക്രമക്കേട് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തി എന്ന ആരോപണം MPയും അതോടൊപ്പം തന്നെ സ്ഥലം MLAയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയെടുക്കാനും ഇവർ സന്നദ്ധരായില്ല എന്ന കാര്യവും ഇവിടെ വളരെ പ്രസക്തമാണ്. അതോടൊപ്പം ഇവിടെ ഈ വീരമലക്കുന്നിൽ ആവശ്യത്തിന് ദേശീയപാതയുടെ വീതി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ അത്രയും മണ്ണെടുക്കുകയും കുന്നിടിക്കുകയുമല്ല ചെയ്തത്. മറ്റു പ്രദേശത്തേക്ക് ആവശ്യമായ മണ്ണടക്കം ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിനാവശ്യമായ മണ്ണടക്കം ഈ വീരമലക്കുന്നിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അനധികൃതമായി മണ്ണെടുത്തു എന്ന പരാതിയിൽ മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ ഒരു പിഴ ചുമത്തുന്ന കാര്യമടക്കമുണ്ടായിരുന്നു. അങ്ങനെ നിർമ്മാണ പ്രവൃത്തിയിൽ വലിയ ക്രമക്കേട് കണ്ടെത്തിയിട്ട് പോലും അവർക്കെതിരെ നടപടിയെടുത്തില്ല എന്നത് വലിയ ഒരു ചോദ്യമായി നിൽക്കുന്നു. അവരും ഷഫീഖ് നസ്രുള്ളയാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.